ശ്രീ കെ എം ആന്റണി, ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം അതിൻ്റെ ശരിയായ വഴികളിലൂടെ തന്നെയാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ആരോപണങ്ങൾ ഉയരുന്നു, അതായത് വലിയ രീതിയിലുള്ള കാലതാമസം നേരിടുന്നുണ്ട്, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? അതോ കൃത്യമായി SIT എത്തേണ്ടവരിലേക്ക് തന്നെയാണോ എത്തിക്കൊണ്ടിരിക്കുന്നത്? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ഈ കേസിനെ ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണോ തെറ്റായ ദിശയിലാണോ എന്നുള്ളതല്ല ഇവിടെ അഭിപ്രായം. കാരണം ഇത് അന്വേഷണം ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് ഒന്ന്, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അമ്പലവുമായി ബന്ധപ്പെട്ട പൂജയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരാള്. പിന്നെ ഒരു കൂട്ടര് അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള വിവിധ ശ്രേണിയിലുള്ള ആൾക്കാരാണ്, ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നെ ദേവസ്വത്തിന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഉള്ള രാഷ്ട്രീയമായിട്ട് നിയോഗിച്ചിട്ടുള്ള ആളുകൾ. അപ്പം ഇത് ഒരു പ്ലാൻ ചെയ്ത്, ഒരു ദിവസം കൊണ്ടല്ല, വർഷങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി ഒരു മാസ്റ്റർ ബ്രെയിന്റെ പിൻബലത്തോടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാം ഇപ്പോൾ ഇതില് ആ രീതിയിൽ ഗൂഢാലോചന നടത്തി കാലങ്ങളായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇതിനെ ഒരു സാധാരണ മോഷണ കേസ് അല്ലെങ്കിൽ ഒരു കവർച്ച കേസ് അല്ലെങ്കിൽ ഒരു ഭവനവേദന കേസ്, അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുപോയ കേസ് എന്നുള്ള നിലയിലൊന്നും അല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇത് വളരെ അധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെയധികം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അത് സുശക്തമായ രീതിയിൽ തയ്യാറെടുത്ത് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ്. അത് വളരെ ഗൗരവമുള്ളതാണ്. അതീവ വൈകാരികമായിട്ട് ആളുകളെ, ഭക്തരെ മാത്രമല്ല സാധാരണ ജനങ്ങളെയും അത് സ്വാധീനിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അന്വേഷണാവസ്ഥയിൽ നമുക്കറിയാം 470 ഗ്രാം സ്വർണം മാത്രമാണ് ഈ പറഞ്ഞ ഈ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതും ഉരുക്കി സ്വർണ്ണ കട്ടിയായിട്ട് ഉള്ളതാണ്. ആ കിട്ടിയിരിക്കുന്ന സ്വർണം തന്നെ ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന സ്വർണമാണോ എന്ന് തെളിയിക്കാൻ ഒരിക്കലും പറ്റില്ല. ആ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അന്വേഷണത്തിൽ ഇത്ര മാത്രമാണ് പോലീസിന് ചെയ്യാനും ഒരു പരിധി വരെ സാധിക്കുകയുള്ളൂ. കാരണം അതിനകത്ത് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, ഇപ്പം ഏതെങ്കിലും പതിവ് കുറ്റക്കാര്, കവർച്ചക്കാര്, കൊള്ളക്കാര് അല്ല അങ്ങനെയുള്ള ആൾക്കാരെ പോലെയുള്ള ആളുകളല്ല ഇവര് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ ഒരു സാധാരണ മോഷണ കേസിൽ ഉള്ള അന്വേഷണത്തിന്റെ രീതിയിലേക്ക് അന്വേഷിക്കാൻ പരിമിതികളുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. SIT ചെയ്യുന്നത് അല്ലെങ്കിൽ SIT പ്രാപ്തി കുറഞ്ഞവരാണെന്നോ അല്ലെങ്കിൽ പ്രാപ്തി ഉള്ളവരാണെന്നോ ഉള്ളതല്ല അതിനകത്തെ അഭിപ്രായം. പക്ഷേ ഈ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ റിക്കവറി, ആ സ്വർണം എവിടെ പോയി? ഇപ്പൊ നമുക്കറിയാം, കട്ടിള പാളികൾ, അതുപോലെ തന്നെ പിന്നെ ദ്വാരപാലക ശില്പം, അതൊക്കെ അതേ രീതിയിൽ തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംഭവ്യമാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കോടതിയിൽ ഹാജരാക്കുമ്പോൾ തെളിവുകളാണ് നമുക്ക് ആവശ്യം. അന്വേഷണം ഒരു പരിധി, ഒരു ഘട്ടം, ഇപ്പം അവസാനം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അറസ്റ്റ് ഉണ്ടെങ്കിലും പത്മകുമാറിന്റെ അറസ്റ്റാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷമുള്ള ഏത് സ്റ്റെപ്പ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വിവരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലുണ്ടായി, അല്ലെങ്കിൽ മൊഴി കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഡി മണി എന്ന് പറയുന്ന ആളിനെ ഡിണ്ടിഗലിൽ പോയി അന്വേഷിച്ചു കണ്ടെത്തിയിരിക്കുകയാണ്. അയാൾ തന്നെയാണ് ഈ ഡി മണി എന്നുള്ളത്. അയാൾ നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും അയാൾ തന്നെയാണ് ഈ ഡി മണി എന്ന് പറയുന്ന ആളെന്നുള്ളത് ഈ പ്രവാസി വ്യവസായി പറയുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാസി വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മറ്റൊരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു തെളിവാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ അന്വേഷണത്തില് അന്വേഷിച്ച ആദ്യഘട്ടത്തിലൂടെ വന്ന ഒരു അവസ്ഥയിൽ എത്തിയ സമയത്ത് തുടർന്നുള്ള അന്വേഷണത്തിൽ വരുന്നതല്ല ഇത് മറ്റൊരു സ്ഥലത്തുനിന്ന് വന്നു ചേരുന്ന ഒരു പുതിയ വിവരവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ അന്വേഷണവുമാണ്. അതിലാകെ പറയുന്നത് ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റാരോ ഒരാളും ചേർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിൽ 2020 ഒക്ടോബർ 26 മറ്റോ കണ്ടുമുട്ടി അവിടെ എന്തൊക്കെയോ ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു വിവരമാണ്. അതിലേക്ക് സൂചന തരുന്ന ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന് മുന്നോട്ട് പോകാനേ സാധിക്കൂ.
കാരണം പക്ഷേ അയാളെ ചെന്ന് ശ്രീ കെ ഇന്നലെ എം ഈ ആന്റണി, ഡി താങ്കൾ തുടക്കത്തിൽ മണി എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ ആൾ കണ്ടപ്പോൾ ഇത് വളരെ വെറും ദുരൂഹത ഒരു ഒരു വ്യക്തിത്വമായിട്ടാണ് കവർച്ചയല്ല. കാണാൻ സാധിക്കുന്നത്. ശ്രീ കെ എം ആന്റണി, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു കവർച്ചയല്ല, കോടികളുടെ കവർച്ചയാണ്. അതുമാത്രമല്ല, ഇതെങ്ങനെ കവരണം, ഇതിന്റെ തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണം എന്നൊക്കെ കൃത്യമായി ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്യാൻ കെൽപ്പുള്ള ഒരു വിഭാഗവുമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ദ്വാരപാല പാളികൾ നഷ്ടപ്പെട്ടു, അതുതന്നെയാണോ തിരിച്ചു കിട്ടേണ്ടത്? കോടതിയിലെത്തുമ്പോൾ തെളിവുകൾ നിരത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കടമയാണല്ലോ. അവിടെ നഷ്ടപ്പെട്ട സ്വർണം ഇതാണ് എന്ന് തെളിയിക്കാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരും പ്രതിപ്പട്ടികയിലുള്ളവരുമൊക്കെ നിയമത്തിന്റെ ആ തെളിവുകളുടെ അഭാവം എന്നുള്ള പരിധിയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അല്ലേ? കാരണം രേഖകളിൽ പോലും സ്വർണം ചെമ്പായി മാറിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലായിടത്തും ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർക്കുന്നു. ഇത് കാലാന്തരേണ ഇത് നശിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കൈമാറിയതെന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു മറ്റൊരു സ്പോൺസറാണ് ഇതിന് സ്വർണം പൂശിയതെന്ന് പറയുന്നു. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായി ഒരു 8-10 പേരിൽ ഇങ്ങനെ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ ഇത് കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളതൊരു ആശങ്ക തന്നെയല്ലേ? തീർച്ചയായിട്ടും കോടതിയിലെത്തുമ്പോൾ ഇത് ഏത് രീതിയിൽ അതിനെ കോടതി ഇതിനെ വിലയിരുത്തും, ഈ തെളിവുകളെ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് അവ്യക്തത തന്നെയാണ്. പൂർണ്ണമായ ഒരു വിശ്വാസം അതിനകത്തില്ല. അതുപോലെ തന്നെ ഇതില് പങ്കെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ട് ഇപ്പോൾ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പല അതിൽ അഭിഭാഷകർ പോലുമുണ്ട്. അത് മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള ആൾക്കാർ ഇതിനെ പിൻബലത്തോടു കൂടി ആയിരിക്കാം ചെയ്തിരിക്കുന്ന. കാരണം നിയമപരമായിട്ട് ഏതൊക്കെ രീതിയിൽ ഇവരെ പിടിക്കപ്പെടാം. അതുകൊണ്ടാണല്ലോ സ്വർണം പൂശിയ ആ കട്ടിളപ്പാളിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഗ്രഹത്തിലുമൊക്കെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊടുത്തുവിട്ടിരിക്കുന്നത്. അതിനർത്ഥം അത് ചെമ്പായിരുന്നു, കൊണ്ടുപോകുമ്പോൾ തന്നെ ചെമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അത് കാരണം അവിടെ ഒരു സ്വർണത്തിന്റെ അംശം ഉള്ളതായിട്ട് അവർ പറയുന്നില്ല. സ്വർണത്തിന്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്വർണം മോഷ്ടിക്കപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പം അത് വളരെ കരുതിക്കൂട്ടി ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ ഉത്തരങ്ങൾ പറയേണ്ടി വരുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയിപ്പം ഈ പറഞ്ഞ ഡി മണി വരുന്നു, അയാളിപ്പം എന്താണ് പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്തു, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള വിഗ്രഹ മോഷണവുമായി ബന്ധപ്പെട്ട റാക്കറ്റുമായി ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു. അതൊക്കെ 30-ാം തീയതി അയാൾ എത്തിച്ചേർന്നെങ്കിൽ അയാൾ വന്നതിന് ശേഷം അയാളെ ചോദ്യം ചെയ്തതിന് അത് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള മറ്റ് അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ അതിനെ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അയാൾ വന്ന് തിരുവനന്തപുരത്ത് വന്ന് മൊഴി പറഞ്ഞു പോകും. അയാൾ എന്ത് ചെയ്യാനാണ് നമുക്ക് സാധിക്കുന്നത്? കാരണം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, തെളിവുകൾ ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ അതും വർഷങ്ങൾ കഴിഞ്ഞതാണ്, വർഷങ്ങൾ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയ അല്ലെ കണ്ടുപിടിക്കപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. പക്ഷെ നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണവും അതുപോലെ തന്നെ അതിനെ ഓരോ പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ തീയതി വെച്ച് തന്നെ അതിന്റെ അന്വേഷണത്തെ വിലയിരുത്തുകയും. അതെ, തീർച്ചയായും. അതുകൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച് തന്നെയാണ് SIT നീങ്ങുന്നത്. പക്ഷേ അതേ SIA തന്നെയാണ് ഹൈക്കോടതി നിശിതം വിമർശിച്ചതും നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഈ ഡി മണി എന്നുള്ള വ്യക്തി ഉരുണ്ട് കളിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. പോറ്റിയെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി, തിരുവനന്തപുരത്ത് വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ അടുത്ത ദിവസം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മലക്കം മറിയുന്നതും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതും ഒക്കെ കണ്ടതാണ്. പക്ഷേ അവിടെ പോലും പോലീസ് സംഘത്തിന് വേണ്ട വിധം ചോദ്യം ചെയ്യാനോ ഡി മണിയെ സമീപിക്കാനോ കഴിയാതെ പോകുന്നതും നമ്മൾ കണ്ടതാണ്. തമിഴ്നാട് പോലീസിന്റെ നിസ്സഹകരണമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്.